എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. 3 ചോദ്യങ്ങളോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത്? രണ്ടാമത്തെ, നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആർക്കാണ് സാധിക്കുന്നത്? മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? ഇനി ലഭിക്കുകയാണെങ്കിൽ അത് എപ്പോഴാണ് ലഭിക്കുക? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഏതാനും ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-10 വാക്യത്തിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യം ഉള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് എന്ന്. എന്തുകൊണ്ടാണ് ഹൃദയം ദുഷിച്ചതാണ്, നമ്മുടെ മനസ്സ് ദുഷിച്ചതാണ് എന്ന് പറയുന്നത്? കാരണം ഹൃദയത്തിൽ കാപട്യം നിറച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ആർക്കാണ് ഈ ഹൃദയത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്? എന്നാൽ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുകയും നമ്മളായിരിക്കുന്ന അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യുവാൻ കഴിയുന്നത് കർത്താവായ ദൈവത്തിന് മാത്രമാണ് എന്ന് വചനം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. വീണ്ടും വചനം പറയുന്നു: ഓരോ മനുഷ്യൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിത രീതിക്കും പ്രവൃത്തികൾക്കും അനുസരിച്ച് പ്രതിഫലം നൽകുവാൻ കഴിയുന്നത് കർത്താവായ ദൈവത്തിന് മാത്രമാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യനായി നല്ല വ്യക്തികളായി നമുക്ക് ജീവിക്കുവാൻ വേണ്ടി കഴിയും. പക്ഷേ ദൈവം നമ്മളെ പരിശോധിക്കുന്നത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാണ് ദൈവം നമ്മളെ വിധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഈ ഒരു സമയത്ത് ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ വലിയ സന്തോഷവും സമാധാനവും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.